ഇതിനു മുൻപ് ഇപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് ഹംസ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഹംസ ഈ ഉദ്യമത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്താണ് താങ്കൾ ലക്ഷ്യമിടുന്നത്? ഓക്കെ, താങ്ക് യു. ഹലോ, ഹംസ കേൾക്കാം, പറഞ്ഞോളൂ. പറഞ്ഞു. ഞങ്ങള് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു. നിവേദനങ്ങളൊക്കെ മുമ്പ് മുഖ്യമന്ത്രി കൊടുത്തിരുന്നു. ഒരു ദുരന്തം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടി ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ കീഴില് DLED ഉണ്ട്, TTC, പോളിടെക്നിക് ഉണ്ട്, അഫിലിയേഷൻ ഫ്രം AICTE ഗവൺമെന്റ് കേരള, പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓട്ടോണമസ് ആണ്, ഫ്രം അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പിന്നെ ബാസി കോളേജ് ഉണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. അപ്പൊ ഞങ്ങള് ഈ TTCക്ക് ആണെങ്കിൽ ഒരു കുട്ടി അവിടെ അവൈലബിൾ ആണെങ്കിൽ, പിന്നെ പോളിടെക്നിക്കിൽ 5 ബ്രാഞ്ച് ഉണ്ട്. 5 ബ്രാഞ്ചിൽ നിന്നും പിന്നെ 1-2 കുട്ടികൾ വീതം. പിന്നെ UG 18 കോഴ്സുകളുണ്ട്. ന്യൂജൻ കോഴ്സുകളാണ്. BCA, BBA പോലത്തെ മൈക്രോബയോളജി ഒക്കെ ഉള്ള 18 UG കോഴ്സുകളുണ്ട്. 8 PG കോഴ്സുകളുണ്ട്. അപ്പൊ അതിലൊക്കെ ഞങ്ങള് അവിടെ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അധികൃതർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിദ്ദിഖ് MLA ഇന്നലെ കൊടുത്തിട്ടുണ്ട്, സർക്കാർക്കും കളക്ടർക്കും ഒക്കെ ഇന്നലെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട്. അപ്പോ അവരൊക്കെ താല്പര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് പിന്നെ ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്ത് ഏതറ്റം വരെ അവരെ ലാസ്റ്റ് മൂമെന്റ് വരെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് തയ്യാറാണെന്ന് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കുട്ടികളെ അവൈലബിൾ ആകാനുള്ള സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. പിന്നെ 10 വീടുകൾ NSS വഴി 4 യൂണിറ്റ് NSS ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ. പോളിടെക്നിക്കിൽ 1, ഹയർ സെക്കൻഡറിയിൽ 1, ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2. 4 കൂടി 10 വീടുകൾ എടുക്കാൻ ഭൂമി ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റു സന്നദ്ധ സംഘങ്ങൾ തയ്യാറാണെങ്കിൽ 10 വീടുകൾ പൂർത്തിയായി കൊടുക്കാൻ ഞങ്ങൾ വില്ലിംഗ് ആണെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ഹംസ, അതായത് അതായത് 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും, ഒപ്പം അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുക്കും. അതാണ് താങ്കൾക്ക് നൽകാൻ കഴിയുന്ന ഓഫർ അല്ലേ? ഓക്കെ. ഇപ്പൊ കുട്ടികളൊക്കെ അഡ്മിഷൻ ഈ ആഗസ്റ്റ് 25-ന്റെ ഉള്ളിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമാവും അവർക്ക്, ഞങ്ങൾക്ക് സന്തോഷമാവും. എന്തായാലും താങ്കളുടെ ഈ കോൺടാക്ട് നമ്പർ ഞങ്ങൾ അധികൃതർക്ക് കൈമാറുകയാണ്. താങ്കളെ അവർ ബന്ധപ്പെടും. ഞങ്ങൾ ഈ ലിസ്റ്റ് കൈമാറുകയാണ്. എന്തായാലും താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. ഇനിയും വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തന്നാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ അയച്ചുതരാം, കൊടുത്തതിന്റെ കോപ്പി അയച്ചുതരാം. തീർച്ചയായിട്ടും അത് ബന്ധപ്പെടും. തീർച്ചയായിട്ടും താങ്കളെ ഞങ്ങൾ ബന്ധപ്പെടും. തീർച്ചയായിട്ടും ശരി, താങ്കൾക്ക് എന്തായാലും താങ്കളുടെ നല്ല മനസ്സിന് നന്ദി. എന്തായാലും താങ്കൾ എന്റെ മാത്രമല്ല ഞങ്ങളെ കോളേജിന്റെ തീരുമാനമാണ്. കുട്ടികളൊക്കെ 6000 കുട്ടികളുണ്ട് കോളേജിൽ. അതെ. സൗജന്യ വിദ്യാഭ്യാസം അതുപോലെ തന്നെ വീടുകൾ വെച്ചു കൊടുക്കുവാനും തയ്യാറാണ്. ഇതാണ് ഹംസ വളാഞ്ചേരി നൽകിയിരിക്കുന്ന സഹായ വാഗ്ദാനം. കൂടുതൽ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ആരൊക്കെ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വിവരം ഇതുവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ വിവരങ്ങൾ എഴുതി കാണിക്കുന്നത്. സായി എന്ന മറ്റൊരാൾ കൂടി ചേരുന്നു. സായി GS, അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. സ്വാഗതം സായി. ഈ നല്ല മനസ്സിന് നന്ദി. എന്താണ് താങ്കൾ എങ്ങനെയാണ് വയനാട്ടുകാരെ സഹായിക്കുക? സാർ നമസ്കാരം, ഞാൻ ആർള ഫാമിൽ നിന്നാണ്. പറഞ്ഞോളൂ. ഹലോ സാർ, ഇപ്പൊ ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിക്കുന്ന 100 കുടുംബങ്ങൾക്ക് ഇവിടെ ക്വാർട്ടേഴ്സുകൾ റെഡി ആയിട്ടുണ്ട്. SC ST വകുപ്പിന്റെ കീഴിലാണ്. അത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടർക്ക് അറിയാം, വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ MD അവർക്ക് അറിയാം. 100 കുടുംബങ്ങൾക്ക് ഇപ്പൊ താമസിക്കാൻ ഇവിടെ ഫാമില് പുതിയ ക്വാർട്ടേഴ്സ്, വെള്ളം, കറണ്ട്, എല്ലാവിധ സംവിധാനങ്ങളോടുകൂടെ ഇവിടെ ഉണ്ട്. 100 കുടുംബങ്ങൾ, വിദ്യാർത്ഥികളല്ലാത്ത 100 കുടുംബങ്ങളെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല സാർ. 2 മാസമോ 6 മാസമോ അവർക്ക് വാടക കൊടുക്കാതെ കൊണ്ട് തന്നെ ഇവിടെ താമസിക്കാം. SC ST വകുപ്പിന്റെ കീഴിലാണ്. അത് മേഘശ്രീ അവർക്ക് അറിയാം സാർ. കളക്ടർ എന്താണ് മറുപടി പറഞ്ഞത്? പിന്നെ ചിലവർക്കൊക്കെ ഈ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ കണ്ണൂർ ആറളം ഫാം സൈഡിലാണല്ലോ അല്ലേ? അതെ. അധിക ദൂരമില്ല എങ്കിൽ പോലും ഈ വയനാട്ടിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് മാറി നിൽക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും ആളുകൾക്ക് അല്ലേ? അത് അവർ എന്താണ് കളക്ടർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതിന് മറുപടി നൽകിയിരുന്നോ?
അല്ല, അത് ഞാൻ വിളിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. അത് മേശ്രീ MD അവർക്ക് അറിയാം, ഓക്കേ. വയനാട് കളക്ടർക്ക്. ശരി. ഒരു 100 കുടുംബത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് മാറ്റി താമസിപ്പിക്കാം. ശരി. യെസ്, എന്തായാലും വളരെ നന്ദി സായി, താങ്കളുടെ നല്ല മനസ്സിന്. എന്തായാലും 100 കുടുംബങ്ങൾക്ക് അവിടെ ആശ്രയമുണ്ട്. താൽക്കാലികമായെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ ഇത് 462 വീടുകളെങ്കിലും ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം എടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം. 462 എന്നുള്ളതാണ്. അത്രയും വാടക വീടുകൾ ഉടൻ തന്നെ വേണ്ടിവരും. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും വീടുകൾ ഉടൻ തന്നെ ഒരുക്കുക എന്നുള്ളത്. അത് മാത്രമല്ല സൗകര്യപ്രദമായ സ്ഥലത്തും വേണം. എന്തായാലും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. കാരണം ഈ കുട്ടികളല്ലാത്ത കുടുംബങ്ങൾക്കാണെങ്കിൽ ഒരു പക്ഷേ അവിടുന്ന് മാറാൻ വിദ്യാഭ്യാസ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് തൽക്കാലത്തേക്കെങ്കിലും വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്കൊന്ന് മാറാൻ തയ്യാറാണെങ്കിൽ അവിടെ ഒരു ഇടം ഉറപ്പാണ്, സുരക്ഷിതമാണ്. എന്തായാലും വളരെ നന്ദി. ഇത്തരത്തിലുള്ള ഒരുപാട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യമത്തിൽ പങ്കുചേരാൻ താല്പര്യമുണ്ട്, പുനരധിവാസത്തിന് ഞങ്ങൾ തയ്യാറാണ്, അതിനുള്ള അവസരം തന്നാൽ മതി. എത്രയാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് വാടക വീടുകൾ നൽകാം എന്നുള്ള കാര്യത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസ ചുമതല എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന കാര്യത്തിലുമാണ്. വയനാടിന് കൈത്താങ്ങുവായി സുമനസ്സുകളുടെ ഒഴുക്കാണ്. ഇപ്പോൾ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടേ ഇപ്പോൾ ഉള്ളൂ. കാരണം തുടർച്ചയായിട്ട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൺ ഡേ ഫോർ വയനാട് എന്ന ന്യൂസ് 18 കേരളത്തിന്റെ ഈ ക്യാമ്പയിന് വളരെ വലിയ പ്രേക്ഷക പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്ന് പോലും നിരവധി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൈയയച്ച് സംഭാവന നൽകുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമല്ല, അതുകൂടാതെ വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ഏറ്റെടുക്കാം, വാടക വീടുകൾ ഒരുക്കാം, വീടുകൾ വെച്ച് നൽകാം, ഇങ്ങനെയുള്ള ധാരാളം വാഗ്ദാനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാഹിത്യ തീർച്ചയായിട്ടും അതാണ്, ആ തരത്തിലാണ് ആളുകൾ ഇടപെടുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഈ വൺ ഡേ ഫോർ വയനാട് നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഈ ലിസ്റ്റുകൾ, ഈ സുമനസ്സുകളുടെ പേര് വിവരങ്ങൾ ഞങ്ങൾ സർക്കാരിന് കൈമാറും. നിങ്ങളെ സർക്കാർ അധികൃതർ ബന്ധപ്പെടും. പരമാവധി ആളുകൾ ഞങ്ങളെ ബന്ധപ്പെടുക. നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സർക്കാരിന് മുന്നിലും എത്തിക്കുകയാണ്.